കേവലം ഒരു വടിയുമായി മാത്രം ലാബാന്റെ ഭവനത്തിൽ കയറി വന്ന യാക്കോബ് കയ്യിൽ ഒന്നും വേറെയില്ല. അഭിമാനിക്കുവാനും അഭിനന്ദിക്കുവാനും ഉണ്ടെന്ന് പറയുവാനും ഉടുതുണിയും ഒരു വടിയും മാത്രമേ ഉള്ളൂ. അല്പം എണ്ണ തൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ബേഥേലിൽ ഒരു കല്ലിൻ്റെ മുകളിൽ ഒഴിച്ച് അഭിഷേകം ചെയ്തിട്ട് വരികയാണ്. ഒരു വടി മാത്രമേ തൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. 20 വർഷത്തെ വിശ്വസ്ത സേവനം ലാബാന്റെ ഭവനത്തിൽ ചേർന്ന് നിന്ന് ചെയ്തു. അവിശ്വസ്തതകളൊന്നും കാണിച്ചില്ല. നഷ്ടങ്ങളെ തനിക്ക് പലപ്പോഴും നേരിടേണ്ടതായി വന്നിട്ടുള്ളൂ എങ്കിലും ആ നഷ്ടത്തെ ലാഭമാക്കി തീർക്കുന്ന ദൈവത്തിൽ അവൻ ആശ്രയിച്ചു. ദൈവത്തിന് സ്തോത്രം. നല്ലൊരു പ്രഭാതം. തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് നമുക്ക് വീണ്ടും ദാനമായി തന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെന്റക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ തരുണത്തിൽ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ നാം വലിയ നഷ്ടത്തെ ഉൾക്കൊള്ളേണ്ടി വന്നേനെ. നമ്മൾ എന്തെങ്കിലും നഷ്ടങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ, നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്റെ നഷ്ടങ്ങളെ ദൈവം ലാഭമാക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ്. ലാബാനോട് യാക്കോബ് പറയുന്ന വാക്ക്, എൻ്റെ പിതാവിൻ്റെ ഭയമായവൻ എനിക്ക് ആശ്രയമായി എന്നോടുകൂടെ ഇല്ലായിരുന്നുവെങ്കിൽ നീ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു. എൻ്റെ കഷ്ടതയും എൻ്റെ യാതനയും എൻ്റെ പ്രയത്നവും കണ്ടുകൊണ്ടിരുന്ന ഒരു ദൈവം അതിനിടയാക്കിയില്ല. എനിക്ക് വേണ്ടി ന്യായപാലനം ചെയ്യുവാൻ, ന്യായം തീർക്കുവാൻ ഇറങ്ങി വന്നു. എന്നെ വെറും കൈയായി അയച്ചു കളയാതെ എൻ്റെ പ്രയത്നത്തിൻ്റെ ഫലം എന്നോടുകൂടെ വരുവാൻ തക്കവണ്ണം, എനിക്കുള്ളതായിരിക്കാൻ തക്കവണ്ണം ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു. ഇതൊരു വലിയ സാക്ഷ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ പ്രയത്നങ്ങളുടെ മുൻപിൽ നാം അനുഭവിക്കുന്ന നന്മകൾ, പ്രിയരെ, നമുക്ക് സ്വതവേ ചുമ്മാതെ വെറുതെ ആരും തരുന്നതല്ല. ദൈവം നിനക്കില്ലായിരുന്നുവെങ്കിൽ അതൊന്നും നിനക്ക് ലഭിക്കാതെ വണ്ണം മുടക്കം വരുത്തുമായിരുന്നു. അങ്ങനെ മുടക്കം വരുത്തിയ പല സന്ദർഭങ്ങളിലും നിനക്ക് വേണ്ടി ന്യായപാലനം ചെയ്യുവാൻ അത്യുന്നതനായ ദൈവം താണിറങ്ങി. യാക്കോബ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ദൈവത്തോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യണം? ഓരോ പ്രശ്നങ്ങളുടെയും മുൻപിൽ നീയാണ് എന്നെ വിളിച്ചുകൊണ്ട് വന്നതെന്നുള്ളതായ ഒരു ധാരണ, ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടി ചെയ്തിരിക്കുന്ന യാക്കോബ് ദൈവവുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമേ ഏതൊരു കാര്യവും സംസാരിച്ചിരുന്നുള്ളൂ. എന്നെ യാക്കോബിൻ്റെ സ്വഭാവത്തിൽ ഏറ്റവും വിശേഷമായിട്ട് എനിക്ക് തോന്നിയതായ ഒരു വസ്തുതയുണ്ട്. യാബോക്ക് നദിയുടെ തീരത്ത് വെച്ച് താനും കുടുംബവുമായി ആ നദി കടക്കുവാൻ ആ സമയത്ത് താൻ ആ നദിയുടെ കരയിൽ നിൽക്കുകയാണ്. അക്കരെ കടന്നാൽ ഏശാവും തൻ്റെ പിതൃദേശവും എല്ലാം അടുത്ത ദേശം. യാബോക്ക് നദിയുടെ ഇക്കരെ നിന്നും കൊണ്ട് യാക്കോബ് ദൈവവുമായിട്ടൊരു ചിന്തനം നടത്തി. ദൈവം അവനൊരു ആലോചന കൊടുത്തു. എന്താണെന്നറിയാമോ? നിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും നിന്റെ ആടുമാടുകളും ദാസീദാസന്മാരും എല്ലാം മുൻപോട്ട് പോകട്ടെ. നിന്റെ സഹോദരനും നീയുമായിട്ടുള്ളതായ പ്രശ്നം അവരറിയാൻ പാടില്ല. യെസ്, ഇത് നമുക്ക് വലിയൊരു പാഠമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു സംഭവം വായിക്കുകയുണ്ടായി. 2 സഹോദരന്മാർ തമ്മിലുള്ളതായ വഴക്ക്. ആ വഴക്കിനിടയ്ക്ക് അവരുടെ കുടുംബം കയറി വന്നു. പെണ്ണുങ്ങൾ, ഭാര്യമാർ തമ്മിൽ വഴക്കായി, അമ്മയപ്പന്മാർ തമ്മിൽ വഴക്കായി, കുഞ്ഞുങ്ങൾ തമ്മിൽ വഴക്കായി. ഒരു വലിയ സംഘട്ടനം അവിടെ നടക്കുന്നു. എന്താണ്? ചെറിയൊരു വിഷയം. സഹോദരന്മാർ തമ്മിൽ ഉണ്ടായതായ ഏതോ പണ്ടുകാലത്തെപ്പോഴോ പറഞ്ഞതായ ഒരു ഹോഷായ വാക്ക്. ആ വാക്കിന്മേലുള്ള തർക്കമാണ്. ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, ഭാര്യ അതിനെക്കുറിച്ച് സംസാരിച്ചു, സഹോദരൻ്റെ ഭാര്യയുമായിട്ട് സംസാരിച്ചു, തമ്മിൽ വഴക്കായി, ബഹളമായി. ഓരോ ദിവസം തോറും അവർ തമ്മിലുള്ളതായ വൈരാഗ്യം മൂർച്ചയേറിയതായി വന്ന് 4 പേരുടെ മരണത്തിനിടയാക്കിയ ഒരു സംഭവമായി ആ സംഘടന മാറി.
കാരണം എന്താണ്? ഭോഷത്തരം സംസാരിച്ച ഒരു വാക്ക് ഏതോ സമയത്ത് ചെറുപ്പകാലത്ത് രണ്ടുപേരും വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ആ ജ്യേഷ്ഠനനിയന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു വൈരാഗ്യം വളർന്നു പൊങ്ങി. അത് കുടുംബങ്ങളിലേക്ക് പകർന്നു. കുടുംബത്തെ അതിലിടയ്ക്ക് കൊണ്ടുവന്നു. അവരുടെ ഭാര്യമാരുടെ കയ്യിൽ ആ വിഷയം അവതരിപ്പിച്ചു. അവർ തമ്മിൽ സംസാരമായി. നോക്കൂ, എത്ര വലിയ ഭോഷത്തരം ഒരു ഭവനത്തിൽ നാശം വിതച്ചെന്ന് നോക്കുക. യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവത്തിൽ ആശ്രയിച്ച് അവൻ പറയാണ്, അവൻ്റെ ഭാര്യമാരോട് പറയാൻ, നിങ്ങൾ മുൻപോട്ട് പോകുവിൻ. അവൻ്റെ സഹോദരനും അവനും തമ്മിലുള്ളതായ ഒരു വിഷയത്തെക്കുറിച്ച് അവൻ്റെ ഭാര്യമാരെ അവൻ അറിയിച്ചില്ല. നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ, സഹോദരന്മാർ തമ്മിലുള്ളതായ പ്രശ്നം നമ്മുടെ ഭാര്യമാരുടെ കയ്യിൽ കൊടുത്ത് പ്രശ്നങ്ങൾ വലുതാക്കരുത്. നീയും നിന്റെ സഹോദരനും തന്നെ ഉള്ളപ്പോൾ, തനിച്ചായിരിക്കുമ്പോൾ അവനോട് ചെന്ന് അത് നിരപ്പ് പ്രാപിക്കണം. യാക്കോബ് കൊണ്ടുവന്ന ഒരു മാതൃകയാണ്. അത് കുടുംബങ്ങളെ അതിനകത്ത് ഉൾപ്പെടുത്തരുത്. ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിക്കുമ്പോൾ സകലത്തിനും ദൈവം തൻ്റെ സ്വർഗത്തിൽ നിന്ന് ഒരു ആലോചന നമുക്ക് തരും. നീ എന്തു ചെയ്യണം? പ്രശ്നങ്ങളുടെ മുമ്പിൽ നീ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്? ലാബാന്റെ മുൻപിൽ നീ ഇടപെടേണ്ടത് എങ്ങനെയാണ്? നിന്റെ യജമാനനോട് സംസാരിക്കേണ്ടത് എങ്ങനെയാണ്? നിന്റെ യജമാനന്റെ മുൻപിൽ നീ ഉപയോഗിക്കേണ്ട വാക്കുകൾ എങ്ങനെയാണ്? സഹപ്രവർത്തകരോട് നീ ഇടപെടേണ്ടത് എങ്ങനെയാണ്? നിന്റെ നഷ്ടങ്ങളെ നീ വഹിക്കുന്നത് എങ്ങനെയാണ്? ഓർത്തു നോക്കിയാൽ, കണക്ക് പറഞ്ഞാൽ യാക്കോബ് പറയുന്നു, വന്യമൃഗങ്ങൾ കടിച്ചു കീറിയതായ ആടുമാടുകൾക്കെല്ലാം ലാബാൻ യാക്കോബിന്റെ പേരിൽ കണക്കെഴുതി വെച്ചു. യാക്കോബ് അത് ഏറ്റുകൊണ്ട്, സാരമില്ല, എൻ്റെ സൂക്ഷിപ്പ് കുറവുണ്ടായിരിക്കാം, എൻ്റെ സൂക്ഷ്മത കുറവുണ്ടായിരിക്കാം വന്യമൃഗങ്ങൾ ആടുകളെ തിന്നത്. ഇല്ലെങ്കിൽ ഏതെങ്കിലും രോഗം വന്ന ഏതെങ്കിലും ആടുമാടുകൾ ചത്തുപോയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ പ്രാർത്ഥനക്കുറവുകൊണ്ടായിരിക്കാം, എൻ്റെ തീഷ്ണത കുറവുകൊണ്ടായിരിക്കാം. അവൻ ആ നഷ്ടത്തെ അവൻ ഏറ്റെടുത്തു. വലിയൊരു സംഭവമാണ്. നമ്മളാണെങ്കിൽ ഒരു കരടിന് പോലും കണക്ക് പറഞ്ഞ് വഴിക്കൊണ്ടാകും, വലിയ പ്രശ്നത്തിലാകും, സങ്കടനത്തിലാകും. എന്നാൽ നഷ്ടങ്ങളെ ദൈവം നിനക്ക് തരുന്ന നന്മകൾ നീ ഉണ്ടാക്കിയതല്ല, ദൈവമാണ് നിനക്ക് അതെല്ലാം തരുന്നതെന്നുള്ളതായ ഒരു ആശ്വാസം. ഒന്ന് പോയാൽ വേറെ 10 ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. നീതിമാന് വേണ്ടി ദൈവം ഒരുക്കുന്നതായ സൗഭാഗ്യങ്ങളുടെ ഒരു വലിയ പകർച്ച യാക്കോബ് ദർശിക്കുകയുണ്ടായി. അവന്റെ പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ദൂതന്മാർ അവന് ധൈര്യം പകർന്നു കൊടുത്തു. അല്പം ധൈര്യക്കുറവ്, അല്പം ഭയം. ജ്യേഷ്ഠന് സമ്മാനം കൊടുത്ത് എങ്ങനെയെങ്കിലും അനുനയിപ്പിക്കാൻ യാക്കോബ് നോക്കി. എന്നാൽ അവൻ അങ്ങനെ ചിന്തിക്കുന്നതിന് മുമ്പ് ദൈവം അവന്റെ സഹോദരനോട് ഇടപെട്ടു എന്നുള്ള വിഷയം യാക്കോബിന് മനസ്സിലായില്ല. ദൂതന്മാർ വന്ന് അവനോട് മല്ലടിച്ചു. അവൻ ദൂതനോട് മല്ലടിച്ച് അവൻ ധൈര്യം സംഭരിച്ചു. ദൈവം അവനെ യോദ്ധാവാക്കി, ഭയമില്ലാത്തവനാക്കി. അവൻ നല്ല ധൈര്യശാലിയായിട്ട് അവൻ മാറി. ഒരു ധൈര്യശാലിയായിട്ടാണ് അവൻ അവൻ്റെ സഹോദരന്റെ മുൻപിൽ കടന്നു വന്നത്. എന്നാൽ അവൻ്റെ സഹോദരനോട് സംസാരിക്കുമ്പോൾ അവൻ ധൈര്യശാലിയായിരുന്നിട്ടും ദൈവത്തോടും മനുഷ്യനോടും മല്ലടിച്ച് ജയിച്ച് അവൻ ഇസ്രായേൽ എന്നുള്ള ഒരു പേരും സമ്പാദിച്ചുകൊണ്ട് യാബോക്ക് നദിയുടെ തീരത്ത് നിൽക്കുന്ന യാക്കോബ് തന്റെ ശത്രുവെന്ന് താൻ കരുതിയതായ ഏശാവിന്റെ മുൻപിലും അടിയൻ നിന്റെ ദാസൻ ആ ബഹുമാനം വിട്ടുകളയാതെ സംസാരിച്ചു എന്നുള്ളതാണ് വിഷയം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ നാം വായിച്ചതായ വേദഭാഗത്തിലേക്ക് ഒന്ന് കടന്നു വരിക. അത് വായിക്കും തോറും നമ്മുടെ ഹൃദയത്തിന്റെ ഭിത്തികളിൽ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയും. നീ എൻ്റെ അഭയമല്ലായിരുന്നുവെങ്കിൽ ലാബാനെ, നീ എൻ്റെ നന്മകളൊന്നും എനിക്ക് തരാതെ, എൻ്റെ അധ്വാന ഫലങ്ങളൊന്നും എനിക്ക് തരാതെ എന്നെ വെറും കൈയായി അയച്ചു കളയുമായിരുന്നു. എന്നാൽ നിന്നെ വെറും കൈയായി അയക്കുവാനല്ല ദൈവം നിന്നെ വിളിച്ചുകൊണ്ട് വന്നത്. നീയും ദൈവവുമായിട്ട് ബേഥേലിന്റെ ആ കാട്ടിൽ വെച്ച് ഒരു രാത്രിയിൽ ഒരു സംസാരമുണ്ടായി, ഒരു എഗ്രിമെന്റ് ഉണ്ടായി. ദൈവത്തോട് നീ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചില്ലേ? നീ എന്നോടുകൂടെ വരികയും ഞാൻ പോകുന്ന വഴി സഫലമാകുകയും എനിക്ക് ഉടുപ്പും വസ്ത്രവും ഭക്ഷണവും ഒക്കെ തന്ന് എന്നെ സംഭരിക്കും, എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുമെങ്കിൽ തിരിച്ചു കൊണ്ടുവരും. പിന്നെയും ആശ, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ വന്ന് വേണം എൻ്റെ അന്ത്യം. ഞാൻ പോകുന്ന യാത്രയിലാകരുത്, എനിക്ക് തിരികെ വരണം. എന്നെ തിരികെ കൊണ്ടുവരുമെങ്കിൽ ഒരു എഗ്രിമെന്റ് ചെയ്തു. ദൈവം ആ പ്രമാണം ഏറ്റെടുത്തു.
നീ ചോദിച്ച കാര്യം ദൈവം പറഞ്ഞു, യെസ് ഐ വിൽ ഡു ദാറ്റ്. ദൈവം അങ്ങനെ പറഞ്ഞപ്പോൾ ദൈവത്തോടും അങ്ങനെ തന്നെ യെസ് എന്ന് പറയുവാൻ ഒരു ബാധ്യത നിന്റെ മുൻപിൽ കിടക്കുന്നു. ദൈവത്തിനത് കണക്ക് ചോദിക്കുവാനുണ്ട്. ദൈവത്തിനത് ഓരോരോ കാര്യങ്ങൾ വിശദമായി നിന്നോട് സംസാരിച്ച് ദൈവത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞ കാര്യം ദൈവത്തിന് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. നിന്നെ ശക്തനാക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. എന്നാൽ നീ എങ്ങനെ ശക്തനാകും എന്നുള്ളത് ദൈവം തരുന്ന ജ്ഞാനത്താൽ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി നിന്റെ ഭാഗത്ത് കിടക്കുന്നു. തൻ്റെ ഭാര്യമാരോട്, കുഞ്ഞുങ്ങളോട്, ദാസീദാസന്മാർ ഒരു പക്ഷെങ്കിൽ അവർ ചോദിച്ചു കാണും, യജമാനെ നീ തന്നെ ആയിരിക്കുന്നത് അപകടമല്ലേ? അവനെ തന്നെ അവർ കണ്ടെങ്കിലും യാക്കോബ് തന്നെ ഒറ്റയ്ക്കല്ല കാണുന്നത്, തൻ്റെ കൂടെ ഒരു സേനയുണ്ടെന്ന് യാക്കോബ് ദർശനങ്ങളിൽ കൂടെ കാണുകയുണ്ടായി. തന്നോടുകൂടെ വരാമെന്ന് പറഞ്ഞവനെ യാബോക്ക് നദിയുടെ തീരത്ത് യാക്കോബ് കണ്ടു. അതുകൊണ്ട് ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും ഒക്കെ പറഞ്ഞു, നിങ്ങൾ പോകുകയും എനിക്ക് ചില കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാനുണ്ട്. എൻ്റെ സഹോദരൻ വരും, ഞാനും അവനുമായിട്ടുള്ളതായ വാക്കുകള്, സംസാരം, ഇടപാടുകള്, അല്ലെങ്കിൽ പിഴവുവശങ്ങള്, തോൽവികള്, താഴ്ചകള് ഒന്നും നിങ്ങൾ അറിയണ്ട, ഞങ്ങൾ മാത്രം തീർത്തോളാം. സഹോദരന്മാർ ഇടപെടുന്ന വിഷയം കുടുംബങ്ങൾ അറിയരുത്. യെസ്, നിന്റെ കുടുംബത്തെ അതിനിടയ്ക്ക് വലിച്ചഴിച്ചാൽ അനേക അനർത്ഥങ്ങൾക്ക് അത് കാരണമായി തീരും. അവരെ സംബന്ധിക്കുന്ന വിഷയങ്ങൾക്ക് മാത്രമേ അവരെ ഉൾപ്പെടുത്താവൂ. ഇല്ലാത്തതിന് അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിന്റെ കുടുംബജീവിതം ഭദ്രമാകുകയില്ല. ദൈവസന്നിധിയിൽ നീ ഒരു നിയമം ചെയ്തിട്ടുള്ളവനാണെങ്കിൽ നീ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ശക്തനാക്കുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ളതൊരു വിശ്വാസം നിനക്കുണ്ടാകണം. കഴിഞ്ഞ 20 വർഷമായി നീയും നിന്റെ സഹോദരനുമായി സംസാരിച്ചിട്ടില്ല. 20 വർഷത്തെ വ്യത്യാസം. 20 വർഷം കൊണ്ട് ഏശാവ് വളരെ ശക്തനായി കാണാം, ഒരു ശക്തനായ ദേശ പ്രഭുവായി കാണാം. പക്ഷെങ്കിൽ നിന്നെ ഇപ്പോഴും ആടുമാടുകളെ നോക്കുന്നവനായി, ക്ഷമയുടെ ധീരനായി ദൈവം സൂക്ഷിച്ചിരിക്കുകയാണ്. അതിനൊരു ഉദ്ദേശമുണ്ട്. നീ വരുന്നിടത്തൊക്കെയും ആ സൗമ്യത മറ്റുള്ളവരിൽ പകരുവാൻ. ഏശാവ് 20 വർഷം കൊണ്ട് ഒരു പ്രഭുവായി, അവനൊരു ദേശത്തൊരു മാന്യനായി അറിയപ്പെട്ടവനായി, ധാരാളം സമ്പത്തുകളൊക്കെ ഉള്ളവനായി. എന്നാൽ യാക്കോബ് ചിന്തിച്ചത് പഴയ കാലത്തെ പോലെ ഏശാവ് ഇപ്പോഴും ചില സമ്മാനങ്ങൾ കാണുമ്പോൾ മയങ്ങുന്നവനാണെന്നാണ്. ഇല്ല, ആ സമ്മാനങ്ങളുടെ കാലം നിന്റെ ശത്രു എല്ലാം മറന്നു കളഞ്ഞു. അവൻ ഒരുപാട് വളർച്ചയുണ്ടായി. നീ ഉദ്ദേശിച്ചതിന് കൂടുതൽ നിന്റെ ശത്രു വളർന്നു. എന്നാൽ അവിടെ ഇടപെടേണ്ടത് ജ്ഞാനത്തിൻ്റെ വാക്കാണ്. നിന്റെ വാക്കുകളാണ് സമ്മാനം. ആ സമ്മാനത്തെക്കാൾ വലുത് നിന്റെ വാക്കുകൾ വിനയത്തും. ദൈവം തരുന്ന ജ്ഞാനം, ആ ജ്ഞാനം നിന്നെ വലിയവനാക്കും, നിന്നെ ജയാളിയാക്കും. ഈ മഹത്തായ വെളിപ്പാട് ലഭിച്ച ജനം എവിടെ പോയിരുന്നാലും, എവിടെ ജോലി ചെയ്തിരുന്നാലും, നിന്റെ സഹോദരങ്ങളുടെ മുൻപിൽ, നിന്റെ സഹപ്രവർത്തകരുടെ മുൻപിൽ, നിന്റെ യജമാനന്മാരുടെ മുൻപിൽ നീ തളർന്നു പോകുകയില്ല. പക്ഷേ നിനക്ക് കിട്ടുന്നതായ നന്മകളിലൊക്കെ ഒരു വാക്ക് നിനക്ക് അന്ത്യമായി പറയാനുണ്ടായിരിക്കണം. എൻ്റെ ദൈവം എനിക്ക് സഹായമായി ഇല്ലായിരുന്നുവെങ്കിൽ, എൻ്റെ പിതാവായ ഇസ്ഹാക്കിൻ്റെ ഭയമായവൻ എനിക്കില്ലായിരുന്നുവെങ്കിൽ നീ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു. നീ പ്രാപിക്കുന്ന നന്മയും അനുഭവിക്കുന്ന നന്മയും പുകഴ്ചയും ഉയർച്ചയും സമ്പത്തും ഐശ്വര്യവുമെല്ലാം ദൈവം നിനക്കുണ്ടതുകൊണ്ടാണ് നിനക്ക് ലഭിക്കുന്നത്. ദൈവമില്ലായിരുന്നെങ്കിൽ ഇതിനൊന്നും നീ അവകാശിയാകുകയില്ലായിരുന്നു. ഏതെല്ലാം നിനക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, നഷ്ടങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ടോ, നിനക്ക് ലഭിക്കേണ്ടത് ലഭിച്ചില്ല എന്നുള്ള ഒരു മനോധൈര്യം, ഒരു മനോവേദന നിനക്കുണ്ടോ, ആ നഷ്ടങ്ങളെയൊക്കെയും ഒരു ദിവസം ലാഭമാക്കി മാറ്റുന്ന ഒരു ദൈവം നിന്നോടുകൂടെ ഉണ്ടെങ്കിൽ, ആ ദൈവം നിനക്കുണ്ടെങ്കിൽ ഒരു ദിവസം നിനക്ക് ന്യായമായത് ഒക്കെയും ഭവിക്കേണ്ടവന് നിനക്ക് വേണ്ടി ന്യായം വിധിക്കുവാൻ അവൻ താഴെ ഇറങ്ങി വരും. ആ ദൈവത്തിൽ വിശ്വസിപ്പാൻ വലിയൊരു കൃപ ഈ പ്രഭാതത്തിൽ നിനക്ക് തരുമാറാകട്ടെ. God bless you.